ഈ സമീപകാലത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു ആക്ഷേപം എന്ന് പറയുന്നത് ആശുപത്രികൾക്ക് പണം കൃത്യമായിട്ട് കിട്ടുന്നില്ല, മെഡിക്കൽ കോളേജ് സംവിധാനങ്ങൾ തകർന്നിരിക്കുകയാണ്, അവിടെ പർച്ചേസുകൾ കൃത്യമായിട്ട് നടക്കുന്നില്ല. ഇപ്പം സാമ്പത്തികമായിട്ട് ഒരു പ്രതിസന്ധിയും ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഡെലിവർ ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല എന്നൊരു ആക്ഷേപം. സാമ്പത്തികമായി ബുദ്ധിമുട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സാമ്പത്തികമായിട്ട് കിട്ടാനുള്ള 50,000 കോടി തരാനുള്ള ഒരു വർഷം കട്ട് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ലേ? അവർ ശ്വാസം മുട്ടിച്ചാലും നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. കിട്ടേണ്ടതാണ്. നമുക്ക് അവകാശപ്പെട്ട 2.5 ലക്ഷം കോടി 5 വർഷം കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയംധാരണം കിട്ടിയിട്ടില്ല. കേരളത്തിന് കിട്ടേണ്ട പണം കേരളത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ളത് ആവർത്തിച്ച് പറയും, ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കും. അത് കിട്ടേണ്ടതാണ്. അത് കിട്ടിയാൽ ഇതിനേക്കാൾ എത്രയോ മാറ്റം ഉണ്ടാവും. കേരളത്തിൽ എത്രയോ മാറ്റം ഉണ്ടാവും. ഇതായപ്പോൾ തന്നെ നമ്മൾ മാനേജ് ചെയ്ത് പോകുമ്പോൾ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളെക്കാളും മെച്ചപ്പെട്ട തരത്തിൽ പോകുന്നു. കേരളത്തിൻ്റെ ആകെ ബഡ്ജറ്റിൽ ഏറ്റവും വലിയത് വിദ്യാഭ്യാസം, രണ്ടാമത്തെ ആരോഗ്യം. ആരോഗ്യ ബഡ്ജറ്റിൽ വെക്കുന്നത് കൂടാതാണ് ഈ കാരുണ്യ പോലുള്ള പദ്ധതികൾ. ശരാശരി 1,200-1,500 കോടി വർഷം കൊടുക്കും. അപ്പോൾ കണക്കുകൾ നോക്കണം. ഒന്നാം പിണറായി സർക്കാരാണ് ഏറ്റവും കൂടുതൽ കാർഡിയോളജിയും മറ്റും ഒക്കെ ചെയ്തത്. അതിനുശേഷം ഇപ്പോഴാണ്. ഇപ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും കാർഡിയോളജി സെൻ്ററുണ്ട്, കാത്ത് ലാബുണ്ട്. അപ്പോൾ അന്ന് ഒരു മാസം ചെയ്യുന്ന 7,000 ഓപ്പറേഷനാണ് കഴിഞ്ഞ ഗവൺമെൻറ്. അതിനു മുമ്പത്തെ കാലത്ത് 3,000 പോലും ഇല്ല. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് 7,000 ഒരു മാസം ഹാർട്ട് ഓപ്പറേഷൻ. ഇപ്പോൾ അത് 18,000-19,000. ഞാനീ പറഞ്ഞാണ്, പാരാസിറ്റമോൾ കിട്ടാനില്ല എന്ന് പറഞ്ഞ കാലത്തു നിന്നും സ്റ്റെൻറ്റ് ഒരാഴ്ച താമസിച്ചു എന്ന് പറയുന്ന കാലത്തേക്ക് കേരളം മാറി. അത്രയും വലിയ ഒരു കവറേജാണ് ഹെൽത്ത് സെക്ടറിൽ കൊടുക്കുന്നത്.